ഇപ്പൊ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോ സംസ്ഥാനത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സീപ്ലെയിൻ പദ്ധതി മത്സ്യത്തൊഴിലാളികളെയോ അല്ലെങ്കിൽ മത്സ്യബന്ധനത്തെയോ ബാധിക്കില്ല എന്ന നിലയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആർക്കെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ അവരുമായി ചർച്ച ചെയ്ത് ആശങ്ക ദൂരീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മത്സ്യമേഖലയിൽ അന്ന് മത്സ്യത്തൊഴിലാളി സംഘടന പ്രത്യേകിച്ച് CITU അടക്കം സമരം ചെയ്തതിനെപ്പറ്റി അതിന്റെ നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. അത് ആലപ്പുഴയിലെ കായൽപ്പരപ്പിൽ ഇത് ഉപയോഗപ്പെടുത്തി അതിന്റെ ലാൻഡിംഗ് വന്നാൽ അല്ലെങ്കിൽ ഈ പദ്ധതി നടപ്പാക്കിയാൽ മത്സ്യബന്ധനത്തിന് തടസ്സം വരും എന്നുള്ള വിഷയത്തിലായിരുന്നു അന്ന് നമ്മൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയതായി നമ്മുടെ യൂണിയന്റെ ഭാരവാഹികൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇപ്പോ അങ്ങനെയല്ല ആലോചിക്കുന്നത്. ഇപ്പോ മത്സ്യബന്ധനം നടത്തുന്ന സ്ഥലങ്ങളിലല്ല ഇപ്പൊ ആലോചിക്കുന്നത്. ഡാമുകളും മറ്റ് സ്ഥലങ്ങളിലുമാണ് അതിന്റെ പദ്ധതി ക്രമീകരിച്ചിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളി ഒരു തരത്തിലും ദോഷകരമായി ബാധിക്കുന്ന ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ യാതൊരു സാധ്യതയില്ല. അവർക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കും. എന്നാൽ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ഈ പദ്ധതി എതിർത്തതുകൊണ്ടല്ല നടപ്പാകാതെ പോയത്, അവരുടെ കെടുകാര്യസ്ഥതയോട് നടപ്പാകാതെ പോയതാണ്. സ്വാഭാവികമായിട്ടും മത്സ്യത്തൊഴിലാളി സംഘടനകൾ അഭിപ്രായ വ്യത്യാസം പറയുമല്ലോ. അന്ന് അഭിപ്രായ വ്യത്യാസം പറഞ്ഞു എന്നതിന്റെ പേരിലല്ല. അതിനുശേഷം യാതൊരു ഫോളോ അപ്പ് നടന്നില്ല. ആ പദ്ധതിയെ ആരും എതിർത്തുമില്ല. മത്സ്യത്തൊഴിലാളി സംഘടനകൾ അവരുടെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയെന്നുള്ളൂ. പക്ഷെ ആ ഗവൺമെന്റിന്റെ പരാജയമായിരുന്നു ആ പദ്ധതി പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാത്തത്. അപ്പൊ ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആ പദ്ധതി നടപ്പാക്കണമെന്നും ആ പദ്ധതി ആർക്കും ദോഷകരമല്ലാത്ത രൂപത്തിൽ കേരളത്തിന്റെ ടൂറിസം വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയും ആശങ്ക ദൂരീകരിക്കുകയും എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് പദ്ധതി നടപ്പാക്കുന്ന നിലപാടാണ് സംസ്ഥാന ഗവൺമെന്റ് ടൂറിസം വകുപ്പ് സ്വീകരിച്ചത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അന്ന് കായലിൽ കൊണ്ടുവരും എന്ന പ്രഖ്യാപനം വന്നപ്പോഴാണ് മത്സ്യത്തൊഴിലാളി സംഘടനകൾ സമരത്തിലേക്ക് വന്നത്. എന്നാൽ അതിന്റെ പേരിലായിരുന്നില്ല പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടത്. ആ ഗവൺമെന്റ് കെടുകാര്യസ്ഥത കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയാണ്. കാരണം പിന്നീട് ഒരു ഫോളോ അപ്പ് ആക്ഷൻ നടത്തിയില്ല. ആ ബന്ധപ്പെട്ട സംഘടനകളുമായി ഒരു ചർച്ചയ്ക്ക് ഗവൺമെന്റ് തയ്യാറായില്ല. ഒരു കൂടിയാലോചന ഉണ്ടായില്ല. നടന്നിരുന്നെങ്കിൽ അന്നും അവർ അംഗീകരിക്കുമായിരുന്നു. കാരണം മത്സ്യബന്ധനത്തിന് തടസ്സം വരുന്ന രൂപത്തിൽ ഇത് ഉപയോഗപ്പെടുത്തുന്നതാണല്ലോ അവരുടെ പ്രശ്നം. തടസ്സം വരാത്ത നിലയിൽ ഇത് ഉപയോഗപ്പെടുത്തിയാൽ ഈ പദ്ധതി നാടിന് ആവശ്യമാണ്. നാടിന് ടൂറിസം വികസനത്തിന് വലിയ സാധ്യതയുള്ളതാണ്. ഒരുപാട് പുതിയ തൊഴിൽ സാധ്യതകളുണ്ട്. അപ്പൊ ആ നിലയിൽ നമുക്ക് എങ്ങനെയാണിത് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നത് എന്നതാണ് ഇപ്പോൾ ഗവൺമെന്റ് ആലോചിച്ചിട്ട് ഈ പദ്ധതി ഇപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പൊ നമ്മൾ തയ്യാറാക്കുന്ന പദ്ധതിയെപ്പറ്റി അവർക്ക് തെറ്റിദ്ധാരണയോ ആശങ്കയോ ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ആശങ്ക ദൂരീകരിക്കും, ചർച്ച ചെയ്യും. ഗവൺമെന്റ് എന്തായാലും ഒരു കാര്യത്തിൽ വ്യക്തമാണ്, ടൂറിസം പ്രൊമോഷൻ കേരളത്തിന് അനിവാര്യമാണ്. ആ ടൂറിസം പ്രൊമോഷൻ നടത്തേണ്ടത് നാടിന്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് വികസനത്തിനും ആവശ്യമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും വിശ്വാസത്തിലെടുത്ത് ഇത്തരം പദ്ധതി നടപ്പാക്കുക തന്നെ ചെയ്യണം. നടപ്പാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ഏറ്റവും ആവശ്യകരമായ കാര്യമാണ്. CPI CPM എന്നുള്ള വിഷയമൊന്നുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് വികസനത്തിന് അനുകൂലമാണ്. ഞങ്ങൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വികസനത്തെ എതിർത്തിട്ടില്ല. വികസനത്തിനെ എതിർക്കല്ല ഞങ്ങൾ ചെയ്ത്, വികസനം നടത്താൻ താല്പര്യപ്പെടാത്തതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള കെടുകാര്യസ്ഥയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. അല്ല, കേരളത്തിന്റെ ഒരു വികസനത്തെ ഇടതുപക്ഷം എതിർത്തിട്ടില്ല, CPM എതിർത്തില്ല. അതൊക്കെ ഇവരിപ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അവരുടെ കാലത്ത് നടക്കാത്ത കാര്യങ്ങൾ ഞങ്ങളുടെ കാലത്ത് നടക്കുമ്പോൾ ഞങ്ങളുടെ കാലത്ത് എതിർത്തുകൊണ്ടാണ് അവർ ചെയ്യാഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എതിർത്താൽ എങ്ങനെ ചെയ്യാതിരിക്കേണ്ട കാര്യം? അപ്പൊ ഞങ്ങൾ എതിർത്തതിന് കാര്യമില്ല, അവർക്ക് കഴിവില്ലായിരുന്നു, അതിന്റെ കെടുകാര്യസ്ഥയായിരുന്നു ഉണ്ടായിരുന്നു. അതിന്റെ ഭരണപരമായ പരാജയമായിരുന്നു സംഭവിച്ചത്. കേരളത്തിൽ നാഷണൽ ഹൈവേ എതിർത്തുകൊണ്ടാണോ? എതിർപ്പുണ്ടാകും, സ്വാഭാവികമായിട്ട് എതിർപ്പുണ്ടാകുമല്ലോ. നാഷണൽ ഹൈവേ ഇപ്പൊ എങ്ങനെ യാഥാർത്ഥ്യമായത്? സർക്കാർ 6000 കോടി രൂപ കൊടുത്ത് ഭൂമി ഏറ്റെടുക്കലിന് കേന്ദ്രത്തോട് ഒപ്പം സഹകരിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ദേശീയ ജലപാത എതിർപ്പില്ലാഞ്ഞിട്ടാണോ? എതിർപ്പുണ്ടാവും. ഇപ്പൊ ദേശീയ ജലപാത യാഥാർത്ഥ്യമായിരുന്നു. ഞാൻ എല്ലാ വിശദാംശവും പോകുന്നില്ല. കെടുകാര്യസ്ഥത ഉണ്ടായിരുന്ന UDF ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത മറച്ചുവെക്കാനാണ് LDF നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ. ആ വികസന പ്രവർത്തനങ്ങളെല്ലാം അന്ന് ഞങ്ങൾ തടസ്സപ്പെടുത്തിയതുകൊണ്ടാണ് എന്ന ഒരു വ്യാഖ്യാനം കേരളത്തിൽ പ്രചരിപ്പിക്കുന്നത് വസ്തുതാവിരുദ്ധമാണ്. LDF അന്നും വികസനത്തിന് അനുകൂലമാണ്, ഇന്നും വികസനത്തിന് അനുകൂലമാണ്. കേരളം ഇന്ന് ലോകത്തിന്റെ മുൻപിൽ ഏറ്റവും കൂടുതൽ വളർന്നത് ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ കൊണ്ടുവന്നിട്ടുള്ള നിലപാടുകളും നയങ്ങളും അവരുടെ കാലത്ത് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളുമാണ്. യാതൊരു സംശയവും ഇല്ല. അത് ഇപ്പൊ ഇവിടെ വിശദീകരിക്കാൻ കഴിയില്ല, സമയം ഒരുപാട് പോകും. അതാണ് കേരളത്തിന്റെ വളർച്ചയുടെ അടിസ്ഥാനം. അല്ല, അത് ഗവൺമെന്റിന്റെ നിലപാട് ബന്ധപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞു. അങ്ങനെ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് അവരുടെ അഭിപ്രായം കേൾക്കാൻ തയ്യാറാണല്ലോ, പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. അവരെല്ലാവരും സഹകരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. സഹകരിക്കണം. അവർക്ക് ദോഷം വരാത്ത കാര്യമാണെങ്കിൽ പിന്നെ അവർക്ക് പ്രശ്നമില്ലല്ലോ.
ദോഷം വരാത്ത കാര്യമായിട്ടാണല്ലോ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ അത് നടപ്പാക്കാൻ തന്നെ ഗവൺമെന്റ് ശ്രമിക്കും. EP ജയരാജന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അദ്ദേഹം ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അറിവൊന്നുമില്ല, കരാറില്ലായിരുന്നൊക്കെയാണ്. അദ്ദേഹം ഇപ്പോൾ നിയമ നടപടികളൊക്കെ നീങ്ങിയിട്ടുണ്ട്. പാർട്ടി വിശ്വാസത്തിൽ എടുക്കുകയാണ്. പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, EP ജയരാജനെ അവിശ്വസിക്കേണ്ട കാര്യം എന്താ? ഞങ്ങളുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, പാർട്ടിയുടെ സമന്വയ നേതാവാണ്. അദ്ദേഹത്തിന്റെ അറിവില്ലാതെ പുസ്തകം റിലീസ് ചെയ്യാൻ പോകുന്നു എന്ന് വന്നാൽ അത് ഇന്നലെ നിങ്ങൾ കുറച്ച് മാധ്യമങ്ങൾ എന്തിനാണ് അത്തരം ഒരു പ്രകടനം നടത്തി? എനിക്കൊരു അനുഭവമുണ്ട്. ഞാൻ ബൈ ഇലക്ഷൻ 2018 മത്സരിക്കുമ്പോൾ ഒരു കെവിൻ കൊലക്കേസ് നിങ്ങൾക്കറിയായിരിക്കും. നിങ്ങളുടെ മാധ്യമങ്ങളൊക്കെ നന്നായിട്ട് അന്ന് എന്നെ സഹായിച്ചതാണ്. ആ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ കെവിന്റെ കൊലപാതകത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളാരാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോൽപ്പിക്കാൻ വേണ്ടി വലിയ പ്രചണ്ഡമായ പ്രചരണമാണ് 2018 ഓർത്തോണം. അന്നത്തെ ടെലിവിഷൻ ചാനലൊക്കെ നോക്കിക്കൊണ്ട് വല്ല വസ്തുണ്ടോ? ഒരു വസ്തുതയിലും തെളിഞ്ഞില്ല. പിന്നീട് ആ തെരഞ്ഞെടുപ്പിൽ എങ്ങനെങ്കിലും ഇടതുപക്ഷം തോൽപ്പിക്കണം. ആ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന എന്നെ പരാജയപ്പെടുത്താൻ വേണ്ടിയല്ലേ കേരളത്തിലെ മാധ്യമങ്ങൾ ആരും അറിയാത്ത, സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു കള്ളപ്രചരണം കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുത്തില്ല. ഇന്നലെ നിങ്ങൾ എന്തിനു കൊടുത്തു? ഇന്നലെ അവിടെ വയനാട്ടിലും ചേലക്കരയിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നു. നിങ്ങൾക്കൊരു അജണ്ടയുണ്ട്. ആ അജണ്ട കേരളത്തിൽ CPM-നെ ഇടതുപക്ഷത്തിൽ തകർക്കണം, ഇല്ലാതാക്കണം. നിങ്ങൾക്ക് വേറെ ഒരു ഇഷ്യൂസും കിട്ടിയിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ UDF വിരുദ്ധമായ രാഷ്ട്രീയമാണ് അവിടെ കൈകാര്യം ചെയ്തത്. ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ ചേലക്കര ജയിക്കാൻ പോകുന്നു. വയനാടിനെ പറ്റി ഞാനിപ്പോൾ അങ്ങനെ പറയുന്നില്ല. പക്ഷേ ചേലക്കരയിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കാൻ പോകുന്ന ഒരു മണ്ഡലത്തിൽ രാധാകൃഷ്ണനേക്കാൾ ഭൂരിപക്ഷം കിട്ടുന്ന സ്ഥിതിയിലേക്ക് പ്രവർത്തനം മാറിയപ്പോൾ എങ്ങനെയും ഞങ്ങൾ തോൽപ്പിക്കണം. അതിന് ബഹുമാനായ EP-യെ ആ മനുഷ്യൻ പുസ്തകം എഴുതി ഗവൺമെന്റിനെതിരായിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ ഗവൺമെന്റ് എല്ലാം പരാജയമാണെന്ന് പറയുന്നു. ഇങ്ങനെ അനാവശ്യമായ ഒരു ക്യാമ്പയിൻ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ പരാമർശിക്കുന്നു. പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ പരാമർശിക്കുന്ന എന്തിനാ? 20-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാലക്കാട്ട് സ്ഥാനാർത്ഥി മികച്ച തരത്തിൽ വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് വലതുപക്ഷ മാധ്യമങ്ങൾ കേരളത്തിൽ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. കാരണം അവിടെ ഇടതുപക്ഷം തോറ്റ് തുന്നം പാടണം. ആ കാലം മാറി. ഞങ്ങൾ അവിടെ ജയിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം പാലക്കാട് വളർന്നു വന്നിരിക്കുന്നു. ആ രാഷ്ട്രീയ സാഹചര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇന്നലെ സംഘടിതമായിട്ടുണ്ടാക്കിയ ഒരു ഗൂഢാലോചനയാണ്. EP പറഞ്ഞതാണ് കറക്റ്റ്. EP-യെ വിശ്വാസത്തിലെടുക്കുകയാണ് പാർട്ടി. ആ കാര്യത്തിൽ എല്ലാ സന്ദർഭത്തിലും പാർട്ടിയോടൊപ്പം നിന്ന ആളാണ് EP. അല്ല പാർട്ടിയെ വഞ്ചിക്കുന്ന നിലപാടൊന്നും EP സ്വീകരിക്കത്തില്ല. LDF സർക്കാർ ദുർബലമാണെന്ന് നിങ്ങളല്ലേ പറയുന്നത്? LDF സർക്കാർ ദുർബലമാണെന്ന് EP പറഞ്ഞില്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എവിടെയാണ് ദുർബലം? കേരളത്തിൽ പറയാത്ത കാര്യം എന്തിനാ പറയുന്നത്? ഞങ്ങൾ മികച്ച പ്രവർത്തനം നടത്തുകയല്ലേ. ഇനി എങ്ങനെ പ്രവർത്തിക്കേണ്ടത്? പുസ്തകത്തിൽ പറഞ്ഞ് നിങ്ങളാരും കണ്ടോ? നിങ്ങൾ ആരെങ്കിലും EP-യുടെ പുസ്തകം കണ്ടോ? EP പറയുന്നത് ഞാനങ്ങനെ കൊടുത്തിട്ടില്ല, ഞാനങ്ങനെ എഴുതിയിട്ടില്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ പ്രസിദ്ധീകരിക്കട്ടെന്ന്. ഉണ്ടെങ്കിൽ അവർ പ്രസിദ്ധീകരിക്കട്ടെ. അവരിങ്ങനൊക്കെ ഉണ്ടെന്ന് അവരാരും പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ പറയട്ടെ, EP ചിലപ്പോൾ ആത്മകഥ എഴുതുകയോ പുസ്തകം എഴുതുകയൊക്കെ ചെയ്യും. അത് നേതാക്കന്മാരൊക്കെ എഴുതുന്നില്ലേ? ഒരാൾക്ക് എഴുതാൻ പാടില്ലെന്ന് പറയാൻ പറ്റുമോ? പ്രസിദ്ധീകരിക്കുമ്പോൾ പാർട്ടിയെ കാണിക്കും, പാർട്ടി അത് പരിശോധിക്കും, പാർട്ടിക്ക് ദോഷം വരുന്ന കാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കും. അത് തന്നെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഇല്ലാത്തൊരു കാര്യം ഞാനൊരു കാര്യം ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് മാത്രമല്ല അദ്ദേഹം ചെയ്യാത്തതുകൊണ്ടാണല്ലോ നിയമ നടപടിക്ക് പോയിരിക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ പ്രസിദ്ധീകരണശാലയ്ക്കെതിരായിട്ട് ഇപ്പോ കേസിന് കൂട്ടുണ്ടല്ലോ. അപ്പൊ യാതൊരു കുഴപ്പമില്ല. പാലക്കാടൂടെ ഞങ്ങൾ ജയിക്കും. 20-ാം തീയതി കഴിയുമ്പോൾ നമുക്ക് കാണാം. പ്രശ്നമൊന്നുമില്ല. ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹകരിക്കുന്നില്ലല്ലോ. പ്രശ്നമൊന്നുമില്ല.